ജൽജീവൻ മിഷൻ പദ്ധതിക്കായി നബാർഡിൽ നിന്ന് കോടികൾ വായ്പയെടുക്കാനൊരുങ്ങുന്ന സർക്കാർ നടപടിക്കെതിരെ രാപ്പകൽ സത്യാഗ്രഹ സമരവുമായി BMS. 8,863 കോടി രൂപ ജല അതോറിറ്റിയെക്കൊണ്ട് വായ്പയെടുപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം കുടിവെള്ള വിതരണ മേഖല തകർക്കുമെന്ന് BMS സംസ്ഥാന പ്രസിഡന്റ് ശിവാജി സുദർശൻ. ജല അതോറിറ്റി കേന്ദ്ര കാര്യാലയത്തിന് മുന്നിൽ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ്, BMS ഓഫീസേഴ്സ് സംഘ് ഓഫ് കേരള വാട്ടർ അതോറിറ്റി എന്നീ സംഘടനകൾ നടത്തിയ രാപ്പകൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുകയാണ്. ലാസ്റ്റ് എഡിഷൻ അല്പസമയത്തിനകം. കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കണ്ടെത്തുന്നതിനായി 8,863 കോടി രൂപ നബാർഡിൽ നിന്നും ജല അതോറിറ്റിയെക്കൊണ്ട് വായ്പയെടുപ്പിക്കുവാനുള്ള തീരുമാനം ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ്, BMS ഓഫീസേഴ്സ് സംഘ് ഓഫ് കേരള വാട്ടർ അതോറിറ്റി എന്നീ സംഘടനകൾ സത്യാഗ്രഹ സമരം നടത്തുന്നത്. നബാർഡിൽ നിന്ന് വായ്പ എടുക്കുവാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിലൂടെ കുടിവെള്ള വിതരണ മേഖല തകരുമെന്ന് BMS സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ പറഞ്ഞു. കഴിഞ്ഞ 5.5 വർഷക്കാലമായി വാട്ടർ അതോറിറ്റിയിൽ പെൻഷൻ പറ്റിയവരുടെ ആനുകൂല്യം പിടിച്ചു വച്ചിരിക്കുന്നത് പിണറായി വിജയനാണ്. BMSന്റെ ഈ കാവിക്കൊടിയും പിടിച്ചൊരു ധാർമ്മികമായ ധർമ്മസമരം, രാപ്പകൽ സമരം ഇവിടെ നടത്തുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ രാജ്യത്തെ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത എന്താ? ആദ്യം ടാപ്പുകളെല്ലാം വെച്ചു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥകൾ പരിശോധിച്ചറിയാം. ടാങ്ക് പണിതില്ല. പക്ഷേ ടാങ്ക് പണിഞ്ഞ് ടാങ്കിൽ അടിച്ചു കയറ്റാനുള്ള വെള്ളം അടിച്ചു കയറ്റാനുള്ള ഉപയോഗിക്കണ്ടേ നമ്മുടെ മോട്ടർ ഇപ്പോഴേ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഏത് ഗവൺമെന്റ് ആരെ പറ്റിക്കാനാണ്? ഇത് ആരോട് ചോദിക്കാനാണ്? ഈ സംവിധാനത്തിനെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഈ രാജ്യത്തെ പൊതുസമൂഹം തെരുവിൽ വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും LSGDയിലൂടെ പൊതു ടാപ്പുകളുടെ കുടിശ്ശിക ഇനത്തിൽ ലഭിച്ച 1,405 കോടി 74 ലക്ഷം രൂപ ഉടൻ സംസ്ഥാന സർക്കാർ തിരികെ നൽകുക, JJM പദ്ധതികളിലുണ്ടായ പിഴവുകൾ അന്വേഷിക്കുക, പിഴവുകൾ തിരുത്തി പദ്ധതിയുടെ സ്തംഭനാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജല അതോറിറ്റി കേന്ദ്ര കാര്യാലയത്തിന് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് പ്രസിഡന്റ് MP ചന്ദ്രശേഖരൻ, ജനറൽ സെക്രട്ടറി S അജയകുമാർ, കേരള NGO സംഘ് സംസ്ഥാന സെക്രട്ടറി S വിനോദ് കുമാർ, BMS തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി EV ആനന്ദ്, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് വർക്കിംഗ് പ്രസിഡന്റ് VT രാജീവ് എന്നിവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.